الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون صدق الله. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തർക്കും നിർബന്ധമാക്കിയിട്ടുള്ള ജുമുഅയുടെ കടമ നിറവേറ്റുവാനായി അല്ലാഹുവിൻ്റെ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്നത്തെ ജുമുഅയുടെ ഉപദേശം എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട, നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും, നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും, അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം കുറിക്കുന്ന, അതല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തെ നമ്മുടെ അവസാനം കുറിക്കുന്ന മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ്. എന്നാൽ നാം മരണപ്പെട്ടാലും നമ്മുടെ ഖബർ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിലും നമുക്ക് നന്മ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മഹത്തായ കർമ്മം, ആ കർമ്മത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതെത്രമാത്രം നാം നിർവഹിക്കേണ്ടതാണ് എന്നതിനെക്കുറിച്ചും നമ്മുടെ സമൂഹം വേണ്ടത്ര ബോധവാന്മാരല്ല. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒന്നിച്ച മാറ്റം സംഭവിക്കുകയും ചെയ്യും. ഈ ഒരു ഉത്തരവാദിത്വം, ഈ ഒരു കർമ്മം എന്നുള്ളത് ലോകത്ത് നിർവഹിച്ചിട്ടുള്ളത് പ്രവാചകന്മാരാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ, അവർ നിർവഹിച്ചിട്ടുള്ള ബാധ്യതയാണ്. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ വിട്ടുപിരിയുന്നതിന് മുമ്പ് അദ്ദേഹം അന്ന് ജീവിച്ചിരുന്ന സഹാബികൾക്ക് ചില മരണവസിയത്തുകൾ, അന്ത്യവസിയത്തുകൾ നൽകുകയുണ്ടായി. അതിൻ്റെ എല്ലാവിധമായ ആവേശത്തോടും കൂടി, അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് കേട്ട സഹാബികൾ ആ വസിയത്ത് പൂർത്തീകരിച്ചു. ആ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അവർ ആ വസിയത്ത് പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ആരാധിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിന് തുണിയുറ്റി കൊടുത്ത്, ഏതെങ്കിലും ഒരു കല്ലിന് മഹത്വം കൽപ്പിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകളായി മാറിയേനെ. അത് മാത്രമല്ല, ഈ വസിയത്ത് നിർവഹിച്ചിട്ടുള്ള സ്ഥലവും വളരെ പ്രധാനമാണ്.
നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കാറുണ്ട്, ഒരു ഉംറക്ക് പോകണം, ഒരു ഹജ്ജിന് പോകണം. ഒന്നുമില്ലെങ്കിൽ ആ സ്ഥലമൊന്ന് കാണണം. പ്രവാചകന്മാരുടെ സഹാബികളുടെ പാദം പതിഞ്ഞ ആ മണ്ണിൽ എൻ്റെ കാലും ഒന്ന് തൊടണം എന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാവും. എന്നാൽ ആ മണ്ണിൽ ജീവിച്ച ആളുകൾ, മക്കയിലും മദീനയിലും പരിസര പ്രദേശങ്ങളിൽ ജീവിച്ച ആളുകൾ, അവിടെ നിന്ന് പുറപ്പെട്ടു. അവരുടെ ലക്ഷ്യം ആ മണ്ണായിരുന്നില്ല, അവരുടെ ബോധം ആ മണ്ണിൽ ജീവിച്ച് മരിക്കലായിരുന്നില്ല. കാരണം അങ്ങനെ അവരാക്കി തീർത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്. എന്താണ് ആ വസിയത്ത്? ഫൽയുബല്ലിഗി ഷാഹിദ് അൽ ഗായിബ് എന്നതാണ് ആ വസിയത്ത്. എന്താണ് പറഞ്ഞത്? ഇന്ന് ഇവിടെ എന്നെ കാണുന്നവർ, എന്നോടൊപ്പം സാക്ഷിയുള്ളവർ, എൻ്റെ റിസാലത്ത് എന്ന മഹത്തായ ദൗത്യത്തിന് സാക്ഷിയായി മാറിയ ആളുകളാണ് അവർ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ മുൻനിർത്തി മിനയുടെ ദിവസങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഹൽ ബല്ലഗ്തു, അല്ലാഹു എനിക്ക് നൽകിയ ദൗത്യം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനാണെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട പാഠങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചില്ലേ, സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ലേ എന്നാണ്. പരീക്ഷ എഴുതാൻ നേരത്ത് ഈ പാഠം ഞങ്ങൾക്ക് പഠിപ്പിക്കാത്തതാണ് എന്ന് പറയേണ്ട ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥയിൽ നിങ്ങൾ എത്തരുത്. ഞാൻ നിനക്ക് ആ ദൗത്യം നൽകിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ബലാ, അതെ താങ്കൾ നൽകിയിട്ടുണ്ട്, പൂർണ്ണമായ അർത്ഥത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി. കാരണം എന്താ? എവിടെ എത്തുമ്പോഴാണോ പ്രവാചകൻ കരഞ്ഞിട്ടുള്ളത് ഖുർആൻ ഓതുമ്പോൾ, നമ്മൾ പഠിച്ചു നോക്കണ്ട ചരിത്രത്തിൽ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതാണെങ്കിലും ചില സഹാബികളോട് നബി ഖുർആൻ ഓതി തനിക്ക് കേൾപ്പിക്കാൻ പറയാറുണ്ടായിരുന്നു. ആ കേൾപ്പിക്കലിന്റെ ഇടയിൽ പ്രവാചകൻ ഒരു സ്ഥലത്തെത്തുമ്പോൾ കരഞ്ഞു, ഇനി നിർത്തൂ എന്ന് പറയണം. എന്താണ് ആ കരയിപ്പിച്ചത്? ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, അവർക്ക് സാക്ഷിയായി നീ വരുമ്പോൾ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്നതാണ് ആ വരി. ആ ആയത്തിന്റെ ഭാഗം അതാണ്. അത് കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു പോയത്. ഇനി ഒരടി മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചത്. കാരണം ഉത്തരവാദിത്വത്തിന്റെ ബോധമാണ്. നമ്മൾക്ക് ഇലക്ഷനൊക്കെ കഴിഞ്ഞു, നമ്മൾ പലരെയും ജയിപ്പിക്കാനും പലരെയും തോൽപ്പിക്കാനും നമ്മൾ മെനക്കെട്ടു. അധികാരത്തിൽ പലരും കഴിഞ്ഞു കടന്നുകൂടാൻ വരുന്നു, അല്ലെങ്കിൽ പ്രവേശിക്കാൻ വരുന്നു. ചിലരൊക്കെ അധികാരം വിട്ടൊഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ ദുനിയാവിന്റെ കാര്യമാണ്. ആരൊക്കെ അധികാരികൾ മാറി മാറി വന്നാലും നമുക്ക് നിർവഹിക്കാനുള്ള ഒരു മഹത്തായ ദൗത്യം എന്താണ്? അതാ ഞാൻ ഓതിയ ആയത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, ഖു അൻഫുസകും വഅഹ്ലീകും നാര, പ്രവാചകരെ താങ്കളെയും താങ്കളുടെ സ്വന്തം ശരീരത്തെയും താങ്കളുടെ കുടുംബത്തെയും താങ്കൾ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ഇതൊരു ബാധ്യതയാണ്. ഞാൻ സ്വർഗത്തിൽ പോവുക, ഞാൻ സ്വർഗത്തിലുണ്ടാവുക എന്നതിൻ്റെ ഒരു നെയ്യത്തോടുകൂടിയാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നമുക്ക് പലയിടത്തും കഴിഞ്ഞുകൂടാം, പല സ്ഥലത്തും സമയം ചെലവഴിക്കാം. നമ്മളെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിച്ചത് എന്താണ്? ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ജുമായിൽ പങ്കെടുത്തില്ലെങ്കിൽ ഞാൻ നരകാവകാശിയായി തീരും, ഞാൻ സ്വർഗാവകാശിയാകണം. അതാണ് അല്ലാഹു പറഞ്ഞത്, നീ നിന്റെ ശരീരത്തെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ മെനക്കെടുന്നുവോ അതോടൊപ്പം നിന്റെ കുടുംബത്തെ രക്ഷിക്കണം. അതോടെ ബാധ്യത തീർന്നോ? ഇല്ല. ഈ സമൂഹത്തിലുള്ള ഓരോ മനുഷ്യർക്കും ഈ സത്യസന്ദേശം എത്തിക്കുക എന്നുള്ള മഹത്തായ ബാധ്യത അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ബാധ്യതയുടെ ഒരു ഗുണം എന്താണെന്ന് പറയും. നമ്മളൊരാൾക്ക് ഒരു സത്യസന്ദേശം എത്തിച്ചു കൊടുത്തു. അതൊരു നിസ്കാരം പഠിപ്പിക്കലാകാം, അത് ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭമായ തൗഹീദ് പഠിപ്പിക്കലാകാം, പരലോക ബോധം ഉണ്ടാക്കലാകാം, അയാളെ ഹറാമിൽ നിന്ന് തടുക്കലാകാം. അങ്ങനെ ഏത് പ്രവൃത്തിയാകട്ടെ. അതാണ് ഖുർആൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യം. എന്താണ്? നമുക്കൊക്കെ ഒരു പള്ളി കിട്ടിയാൽ അള്ള വരണം. എന്താ നമുക്കൊക്കെ പള്ളി കിട്ടിയാൽ നമ്മളെന്താ ചെയ്യുക? ഒരു പള്ളിയുടെ ഭരണോ അല്ലെങ്കിൽ പള്ളിയുടെ നേതൃത്വം അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ സൗകര്യം കിട്ടിയാൽ നമ്മളെന്താ ചെയ്യുക? ആ പള്ളി നല്ല ഭംഗിയാക്കി കൊണ്ടുനടന്ന്
നമുക്ക് നിസ്കരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി. AC ചൂടായാൽ AC ഉണ്ടാക്കും, ഫാനും ഉണ്ടാക്കും, അല്ലേ? നമ്മുടെ പള്ളിയിൽ വന്നാൽ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് ഇരിക്കുകയൊക്കെ ചെയ്യും. അല്ലാഹു പറഞ്ഞതൊന്നുമല്ല. അല്ലാഹു പറഞ്ഞ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഈ ഭൂമിയിൽ നൽകിയാൽ, നിങ്ങൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ, ജീവിക്കാൻ ഒരു സ്ഥലം നിങ്ങൾക്ക് അനുവദിച്ചു തന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? അഖാമുസ്സലാത്ത്, നിസ്കാരം നിലനിർത്തുക. അതോടെ കഴിഞ്ഞോ? ഇല്ല. നമ്മൾ പലപ്പോഴും ഇതോടെ കഴിഞ്ഞു വിചാരിക്കുന്ന ആളുകളാണ്. നമ്മളെ കട്ട് ഓഫ് എവിടെ അറിയോ? സ്കൂളിലെ കോളേജിലൊക്കെ മാർക്ക് പോലെ നമ്മളെ കട്ട് ഓഫ് നിസ്കാരത്തിലാണ്. കഴിഞ്ഞു. ഇനിയുള്ള വയസ്സുകാലത്ത് ഞാൻ എന്ത് ചെയ്യാനാ? പള്ളിയിൽ പോവാ, നിസ്കരിക്കുക, മക്കൾ സമ്പാദിച്ചുകൊണ്ടിരുന്നിട്ട് തിന്നുക. അങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ കടന്നു പോവാ. ആരെന്നെ പറ്റി പറഞ്ഞാലും നല്ല മനുഷ്യനാണ്, ആർക്കും ഒരു ഉപദ്രവവും ഇല്ല. അങ്ങനെ നമ്മളെ പറ്റി പറയണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഇതൊരു വലിയൊരു അപകടം ഉണ്ട്. ഇതൊരു തെറ്റാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഒരു അപകടം അതിലുണ്ട്. കാരണം എന്താ? അൽ അമീൻ എന്ന് പറയുന്ന വിശ്വസ്തനായ, എല്ലാവരും നല്ലവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ മജ്നൂൻ, ഭ്രാന്തൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റിയത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നല്ല മനുഷ്യനായിരുന്നു, ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളെ പറ്റിയൊക്കെ പറയും ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു ഉപദ്രവമില്ല, അയാളുണ്ട്, അയാളെ കാര്യമുണ്ട്, കഴിഞ്ഞു. നമുക്ക് എല്ലാ അപകടം തോന്നുന്നു? ഒരു അപകടം തോന്നില്ല. പക്ഷേ പ്രവാചകന്മാരെ കുറിച്ച് ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്? പ്രവാചകന്മാർ ആളുകൾക്ക് ദ്രോഹം ചെയ്തുകൊണ്ടാണോ? അക്രമം ചെയ്തുകൊണ്ടാണോ? മറ്റവന്റെ ഒരു അരസന്റ് പിടിച്ചെടുക്കാൻ കോടതിയിൽ പോയതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഇവിടെ ഉള്ള തൊട്ടടുത്തുള്ള അവിടെ ബാത്റൂമിലെ വെള്ളം അപ്പുറത്ത് തൊടിയിലേക്ക് വിട്ടത് കൊണ്ടാണോ? ഒന്നല്ല പ്രവാചകന്മാരുടെ പ്രശ്നം. പിന്നെയോ അവർ ചെയ്ത കാര്യം അംറുൻ ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ എന്നുള്ളതാണ്. ആ പ്രവാചകന്മാർ നിർവഹിച്ച കാര്യം എന്താ? ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുകയും ഇന്ന കാര്യങ്ങളൊക്കെ നന്മയാണ്, ആ നന്മകളൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ പല ആളുകൾക്ക് പ്രശ്നം തുടങ്ങി. അത് പറയാൻ നീ ആരാണ്? അത് പറയാൻ ഇവിടെ വേറെ ആളുകളുണ്ടല്ലോ, കാലം കാലമായി അത് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ. അങ്ങനെ ആദ്യത്തെ ചോദ്യം നീ ആരാണ് എന്നതാണ് ഒരു പ്രശ്നം, അല്ലെ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ മക്കയിൽ നമ്മളിവിടത്തെ പോലെയുള്ള സംഘടന അവിടെയുണ്ട്. ദാറുൻ നദ്വ എന്നാണ് പറയാം. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മാത്രം മെമ്പർഷിപ്പ് ഉള്ള ദാറുൻ നദ്വ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അബൂജഹലും അബൂലഹബനും ഉമർ റളിയല്ലാഹു പോലുള്ള ആളുകൾക്കൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട്. അവിടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അദ്ദേഹം ഒരു അധ്യാപകന്റെ അടുക്കൽ പോയി പഠിച്ചിട്ടില്ല, എഴുതാനും വായിക്കാനറിയില്ല. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. അള്ളാഹു ചില ആളുകളെ തെറ്റെടുക്കും. ഇപ്പൊ അവിടെയൊക്കെ ഈ ഇലക്ഷൻ വരുമ്പോൾ കണ്ട് ഇയാൾ ജയിച്ചാൽ അങ്ങനെ സംഭവിക്കുകയാണ്, ജയിച്ചത് വേറൊരാളാണ്. ഇയാൾ തോറ്റാൽ ഒക്കെ ഇതാക്കും, പക്ഷെ അയാൾ ജയിച്ചു, അല്ലെ? അയാൾ ജയിക്കണം എന്ന് വിചാരിച്ചു, അയാൾ ജയിച്ചില്ല. കാരണം എന്താ? തീരുമാനങ്ങൾ വരുന്നത് അവിടുന്നാണ്, ഇവിടുന്നല്ല. നമ്മളിങ്ങനെ അഭിപ്രായം പറയും, തോറ്റാലെ അഭിപ്രായം പറയും, ജയിച്ചാലെ അഭിപ്രായം പറയും, ഒക്കെ നമുക്ക് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയും. പക്ഷേ അള്ളാഹു പറഞ്ഞ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരമോ, ഞാൻ ഉദ്ദേശിക്കുന്ന അധികാരം എടുക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ മറ്റ മോശക്കാരാക്കി മാറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഞാൻ വാനോളം ഉയർത്തും. കാരണം എന്താ? എല്ലാ നന്മ എന്റെ കയ്യിലാണ്, നിങ്ങൾക്ക് ആർക്കും ഏൽപ്പിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രവാചകന്മാർ ചെയ്ത ഒരു പണി, സഹോദരന്മാരെ, നമ്മൾ ഇന്ന് അതിൽ നിന്ന് വളരെ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താ? നമുക്ക് ഒരുപാട് കാരണങ്ങൾ എല്ലാത്തിനും പറയാനുള്ളത് പോലെ എന്ത് ചെയ്യാണ്? അതൊരു പണ്ഡിതൻ നിർവഹിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് മറ്റുള്ളവർ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാൻ എനിക്ക് അറിയില്ല, ഞാനത് പറയാൻ പ്രാപ്തരല്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, അങ്ങനെ കുറേ കാരണങ്ങൾ നമ്മൾ പറയും. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാരാ? ഒരു ഡിഗ്രി ഇല്ല, ഒരു കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. പിന്നെ അവർക്ക് ഉണ്ടായിരുന്ന ആകെ ക്വാളിറ്റി എന്താ? അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുകയും ആ ആയത്തുകൾ പഠിക്കാൻ ശ്രമിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് അവർ ചെയ്ത പണി, അല്ലെ? നമ്മുടെ ഈ പള്ളി എത്ര അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാൾ സൗകര്യം കുറഞ്ഞൊരു പള്ളിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ പള്ളി. ഖുബാ പള്ളിയാകട്ടെ, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിട്ടുള്ള നമ്മളിന്ന് പോകുന്ന മസ്ജിദ് നബവി ആവട്ടെ, അത് അറിയണമെങ്കിൽ മസ്ജിദ് നബവിയിലേക്ക് കയറിയ രണ്ടാമത്തെ ഫ്ലോറിൽ ആ പള്ളിയുടെ വികസനം കാണിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്.
ആദ്യം മുതലുള്ള എല്ലാ പ്ലാനും ഓരോ ഭരണാധികാരികൾ ഉണ്ടാക്കിയ വികസനം കാണിക്കുന്ന പ്ലാനുകളുണ്ട്. അപ്പൊ ആദ്യത്തെ പള്ളി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടാണ് എല്ലാവരും വികസിപ്പിച്ചത്. അതുകൊണ്ട് ആ പള്ളി വേറൊരു സൈസായിട്ട് വേറെ തന്നെ കാണാം. അവിടെ പ്രത്യേകം മറ്റുള്ള തൂണുകളൊന്നുമായിട്ട് ബന്ധിപ്പിക്കാതെ തന്നെയാണ് അതിന്റെ പ്രവർത്തനം. ഞാൻ പറഞ്ഞു തരുന്നത് നിർമ്മാണ പ്രവർത്തനമല്ല, മറിച്ച് ആ ഒരു ചെറിയ സ്ഥലത്ത് നിന്നാണ് സഹോദരന്മാരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സത്യസന്ദേശം പ്രചരിച്ചിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവരവിടെ നിസ്കരിച്ച് മാത്രം പിരിഞ്ഞു പോകുന്ന ആളുകളായിരുന്നില്ല, അവർ ഖുർആൻ ഓതി മാത്രം പിരിഞ്ഞു പോകുന്ന ആളുകളായിരുന്നില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സന്ദർഭത്തിലും അവിടെ ആ ദീനിനെ മനസ്സിലാക്കിയ ആളുകളോട് പറഞ്ഞു, നീ ഇന്ന നാട്ടിലേക്ക് പോകണം, നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന രാജാവിന്റെ അടുക്കൽ പോകണം. അല്ലെ, ആരൊക്കെയാണ്? വലിയ വലിയ ആളുകളാണ്. ഇന്നത്തെ അമേരിക്ക, അതേപോലെ തന്നെ റഷ്യ പോലുള്ള വലിയ വലിയ അന്നത്തെ സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ അടുക്കലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവർ പോണെങ്കിൽ എന്ത് വേണം? 3-4 മാസങ്ങൾ സഞ്ചരിക്കണം ഒറ്റയ്ക്ക്, ഒട്ടകത്തിലോ കുതിരയിലോ. നബി എഴുതി കൊടുത്ത ആ ഒരു കത്തും കൊണ്ട് പോവാണ് അവര്. തിരിച്ചു വരുന്ന ഉറപ്പില്ല. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യം, മക്കയിലും മദീനയിലും നിസ്കരിച്ചാൽ എത്രയാണ് കൂലി? അല്ലെ, മക്കത്ത് നിസ്കരിച്ചാൽ, ഹറമിൽ നിസ്കരിച്ചാൽ 1,00,000 കൂലി. അത്ര തന്നെ ഇല്ലെങ്കിലും കുറഞ്ഞ ഒരു കൂലി എവിടെ ഉണ്ട്? മദീന നിസ്കരിച്ചാൽ. മക്കയിലും മദീനയിലും നിസ്കരിച്ച് കഴിഞ്ഞുകൂടാതെ അവരെന്ത് ചെയ്തു? ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഈ സന്ദേശം എത്താത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു കൽപ്പന. ഇന്ന് നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തുള്ള, അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുത്തിടപഴകി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് നമ്മൾ എന്തൊക്കെ പറയും? രാഷ്ട്രീയം പറയും, രാഷ്ട്രീയ മാറ്റങ്ങൾ പറയും, നാട്ടിന്റെ ഗതികളെ പറ്റി പറയും, എന്തൊക്കെയോ ചർച്ച ചെയ്യും. അല്ലേ, നമുക്ക് ഒന്നും കിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് ഇറാഖിന് വരെത്തും. പക്ഷേ ആ മനുഷ്യരോട് നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു വിചാരണ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നിനക്കൊരു ശിക്ഷ വരാനിരിക്കുന്നുണ്ട്. നീ ഇപ്പൊ പോണ ഇതേപോലെയാണ് നിന്റെ ജീവിതമെങ്കിൽ നിന്റെ ലക്ഷ്യസ്ഥാനം, നീ എത്തിച്ചേരുന്ന സ്ഥലം ഏതായിരിക്കും? അത് നരകമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത് പ്രകാരം അയാൾ ഇങ്ങനെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അയാളുടെ സ്ഥലം നരകമാണ്. പക്ഷെ അത് നമുക്കറിയാം, നമ്മളത് പറയില്ല. എന്താ കാരണം? അയാളായിട്ടുള്ള ബന്ധം തെറ്റിപ്പോകും. അയാൾ എന്നെ മതം മാറ്റുന്നവരാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അയാളും ഞാനുള്ള സൗഹൃദം തകരും. അല്ലെ, അതെന്റെ കച്ചവടത്തിനെ ബാധിക്കും, അതെന്റെ സൗഹൃദത്തിനെ ബാധിക്കും, കുടുംബബന്ധത്തെ ബാധിക്കും. അങ്ങനെ പല ന്യായങ്ങളും ശൈത്താൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് നിന്ന് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമ്മൾ പറയും, അതിപ്പോ അയാൾ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അയാളുടെ എല്ലാ സൗഹൃദവും നിലനിർത്തി മറ്റുള്ള എല്ലാ കാര്യങ്ങളും പറയാം. എന്നാൽ നേരെ മറിച്ച് നോക്ക്, അയാൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിൽ, ആ രാഷ്ട്രീയ പാർട്ടിയിൽ അല്ല നമ്മളെങ്കിൽ അതിനെ ശക്തമായി വിമർശിക്കാനും അയാളോട് തെറ്റാനും, അല്ലെ, അയാളോട് നോ പറയാനും, അയാളോട് എല്ലാ നിലക്കും വൈരാഗ്യങ്ങൾ പോലും നിലനിർത്താൻ നമ്മൾ ശ്രമിക്കും. അതൊക്കെ എന്തിന്റെ പേരില്ല? ഈ ക്രിയാവിലുള്ള ചെറിയ കാര്യങ്ങളാണ്. അല്ലെ, ഇന്നലെ ഒരു പാർട്ടിയിൽ സജീവമായിരുന്ന ആള് അതിനുവേണ്ടി വീറോടെ വാദിച്ചാൽ ഇന്ന് വേറൊരു പാർട്ടിയുടെ നേതാവിന്റെ അടുക്കൽ പോയി ഇനി മുതൽ ഞാൻ ഈ പാർട്ടിയിലാണെന്ന് പറയുന്നു. ഇത്രയുണ്ട് പാർട്ടിയൊക്കെ, ഇത്രയുള്ളൂ. അല്ലെ, ഇവിടെ എത്രയോ കാഴ്ചകൾ ഡെയിലി ഇങ്ങനെ കാണാൻ. ഓരോരുത്തർ ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, മാറി വരുന്നു, എല്ലാം സംഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എത്രമാത്രം കഷ്ടപ്പെടുന്നു, എത്രമാത്രം വിരോധങ്ങൾ വെച്ച് പുലർത്തുന്നു. എന്നാൽ ഒരു മനുഷ്യൻ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നമ്മുടെ അയൽവാസി, നമ്മുടെ ഡ്രൈവർ, നമ്മുടെ വീട്ടിലെ വേലക്കാരൻ, നമ്മളോട് ഒന്നിച്ച് പഠിച്ചവൻ, നമ്മളെല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നവൻ, അവനക്ക് നരകത്തെ കുറിച്ചുള്ള ഒരു താക്കീത് നൽകാൻ, അവന് പരലോകത്തെ കുറിച്ചുള്ള ഒരു ബോധം നൽകാൻ, അവനെയും സ്വർഗത്തിലേക്ക് ആനയിക്കാൻ, സഹോദരന്മാരെ നമുക്ക് എന്താണ് തടസ്സം? നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്താണ് നമുക്ക് അതിനുള്ള തടസ്സം? എന്താണ് നമ്മൾ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത്? ഖുർആൻ പറഞ്ഞ കാര്യം, നിങ്ങളിൽ ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം. നമ്മുടെ ബാധ്യതയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തുന്ന നിസ്കരിച്ചില്ല, നോമ്പ് പിടിച്ചില്ല എന്നല്ല ചോദിക്കുക. എന്നെ കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ, മറ്റുള്ളവരോട് പറയാൻ നിനക്ക് എന്തായിരുന്നു തടസ്സം? ആ തടസ്സം എന്താ? നമ്മൾ പറയേണ്ട ഒരു ദിനം വരാൻ എന്തായാലും നമുക്ക് തടസ്സം ഉണ്ടായിട്ടുള്ളത്? എന്താണ് നമ്മൾ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദയിൽ പറയുന്നുണ്ട്, എന്താണ്? നിനക്ക് ഞാൻ നൽകിയ സന്ദേശം നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയാസം നിനക്കുണ്ടാൽ ജനങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ ഞാൻ തടുത്തു നിർത്തി നിന്നെ ഞാൻ സംരക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉറപ്പാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ഒരു മഹത്തായ ബാധ്യത. നമ്മൾ ചെയ്യുന്നത് ഒരു തെറ്റല്ല, ഒരു കുറ്റമല്ല, ആരോടുമുള്ള പകയല്ല, മറിച്ച് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിലേക്ക്. നമുക്കറിയാലോ, നമ്മളൊരു നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ അതിലൊരു വലിയൊരു ട്രെൻഡുള്ള കാലം അല്ലെ. ഒരു ഭക്ഷണം കഴിക്കുമ്പോഴേ അത് ആദ്യം ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു അല്ലെ. തിന്നണത് തുടക്കട്ടെ, ആദ്യം തിന്നാത്തോണ്ട് നിന്ന് കണ്ടിട്ട് എനിക്കിതൊക്കെ ഒന്ന് വാങ്ങാൻ കഴിയുന്ന ഓനക്കൊന്ന് തോന്നട്ടെ, അല്ലെങ്കിൽ ഓനൊന്ന് ഞെട്ടട്ടെ അല്ലെ, ഓനക്ക് ഒരു അസൂയ വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ ജീവിക്കുന്നത് അല്ലെ. എന്നാ നമുക്ക് നമ്മളൊരു നല്ല മനുഷ്യനെന്താ തീരുമാനിക്കാറ്? അയാൾ മറ്റുള്ളവനെ അസൂയപ്പെടുത്താൻ എല്ലാവരുടെ ഉദ്ദേശം. മറിച്ച് അവനോട് ഭക്ഷണം കഴിച്ചു വന്നതിന് ശേഷം പോലും സുഹൃത്തിനോട് പറയും, ഞാൻ എൻ്റെ സ്ഥലത്ത് പോയി നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്, നാളെ നമുക്ക് രണ്ടാൾക്കും കൂടി അവിടെ പോകാം. അതാണ് നല്ല ചിന്ത. അല്ലെങ്കിൽ മിനിമം നമ്മുടെ കുടുംബത്തിൽ വന്ന് കുടുംബത്തിനെയും കൂട്ടി അവിടെ പോയി ഭക്ഷണം കഴിക്കാം, തെറ്റില്ല. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇതേപോലെയാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയ ഖുർആനിന്റെ വചനങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ ഹദീസുകൾ, നമ്മൾ മനസ്സിലാക്കിയ നല്ല നല്ല പാഠങ്ങൾ. അത് മനസ്സിലാക്കാത്ത ആളുകളുണ്ട്, അതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മൾ ഖുർആനിലെ ഒരു സംഭവം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അറിവ് നൽകിയിട്ടുണ്ട്. എന്താണ്? സ്വപ്നത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ള മഹത്തായ അറിവ് അല്ലെ. സ്വപ്നത്തെ വെറുതെ എന്തെങ്കിലും പറയില്ല, കൃത്യമായ അറിവാണത്. ഇതൊരു നോളജാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ളത്. ആ ഒരു അറിവുണ്ടായിരുന്നത് കൊണ്ട് യൂസുഫ് അലൈഹി സ്വലാമിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ ജയിലിൽ കഴിഞ്ഞ രണ്ടാളുകൾ സ്വപ്നം കാണുന്നു. സൂറത്ത് യൂസുഫിൽ നമുക്കത് വായിക്കാം അല്ലെ. സ്വപ്നം കണ്ടു കഴിഞ്ഞ ഉടനെ അവർ വന്നിട്ട് യൂസുഫ് നബിയോട് സ്വപ്നത്തെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിനോട് എന്താണ് അതിന്റെ വ്യാഖ്യാനം, അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അവിടെ യൂസുഫ് നബി അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കുള്ള ഭക്ഷണം എത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരും. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതാദ്യം പറയാം എന്നിട്ട് ഇത് രണ്ടാമത് പറയാം. സബ്ജക്റ്റിന്റെ ഒരു മുൻഗണനാക്രമം എന്ന് പറയുന്നതാ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആളുകളോട് പറയാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ ആദ്യത്തെ വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഫാ മലയിൽ കയറി അവിടെയുള്ള എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഈ സഫയുടെ പിന്നിൽ നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ആളുകൾ എന്തായാലും വിശ്വസിക്കും. കാരണം എന്താ? നീ ഒരു സത്യസന്ധനായ മനുഷ്യരാണ്, അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. ഒരു നല്ല മനുഷ്യന്റെ മകനാണ് അല്ലേ, അതുകൊണ്ട് എന്തായാലും വിശ്വസിക്കും. പറഞ്ഞു, എന്നാൽ അതിനേക്കാൾ വലിയൊരു അപകടം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. നിങ്ങൾ ഈ ശിർക്കിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയിൽ മുഴുകിയാൽ, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് മരണത്തിന് ശേഷം ശിക്ഷ വരാനിരിക്കുന്നു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രബോധനത്തിന്റെ ആദ്യ പ്രഖ്യാപനം. അതോടുകൂടി ആളുകൾ ആകെ ഹാല് തെറ്റാണ്. നിനക്ക് നാശം എന്ന് അബൂലഹബിന്റെ പ്രസ്താവന ഉണ്ടാവുകയാണ്. കാരണം ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയുമ്പോഴാണ് ആളുകളുടെ ശരിക്കുള്ള ഒരു രൂപം, അവരുടെ സ്വഭാവം നമുക്ക് വ്യക്തമാകും. ആ പ്രബോധനം സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ചു. 23 വർഷക്കാലം തുടർച്ചയായി കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, ജനങ്ങളെ ആ സത്യത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെയാണ് ലോകത്ത്
ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ ഇന്ന് മുസ്ലിമായി മുഅ്മിനായി പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ നബിയും സഹാബത്തും അനുഭവിച്ച കഷ്ടപ്പാടിന്റെ ഫലമാണ് അല്ലെ. നമ്മളൊക്കെ മക്കളോട് പറയാറുണ്ട്, മക്കളെ പാപ്പക്ക് എത്ര കഷ്ടപ്പെട്ടാ നിങ്ങൾ വളർത്തിയെന്നറിയോ, അമ്മക്ക് എത്ര കഷ്ടപ്പെട്ടാ നിങ്ങൾ വളർത്തിയെന്നറിയോ, നിങ്ങൾക്കൊക്കെ ഇപ്പൊ വളരെ സുഖാണെന്ന് പറയും. നമ്മളെല്ലാവരോടും ഈ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു പാടെന്താ? സഹാബികളുടെ കഷ്ടം, പ്രവാചകന്റെ കഷ്ടം. ആ കഷ്ടത്തിന്റെ പിന്തുടർച്ചയാണ് സഹോദരന്മാരെ നമ്മളൊക്കെ ഇന്നിവിടെ യാതൊരു പ്രയാസങ്ങളില്ലാതെ പള്ളിയിരിക്കുന്നു. ഇനി ഈ സത്യസന്ദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇനി പ്രവാചകന്മാർ ലോകത്ത് വരൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഖാത്തമുൻ നബിയ്യീൻ എന്നാണ്. പ്രവാചകന്മാരിൽ അവസാനത്തെ ആൾ ഇനി പ്രവാചകന്മാർ. എന്നാൽ പ്രവാചകൻ നിലനിർത്തിയ പഠിപ്പിച്ച സത്യസന്ദേശമുണ്ട്, ജനങ്ങൾക്കുണ്ടായ നേർവഴിയുണ്ട്. ആ നേർവഴി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? എനിക്കും നിങ്ങൾക്കുമാണ്. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ ഈ കാര്യം ചെയ്തില്ലെങ്കിൽ, ചെയ്യണം അല്ലാഹു പറഞ്ഞുകൊണ്ട് നിർത്തില്ല, നിങ്ങൾ ഈ കാര്യം ചെയ്തില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് നിങ്ങളെ തുടച്ചു നീക്കും. എന്നിട്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം കൊണ്ടുവരും. അതാണ് അതിന്റെ ഏറ്റവും വലിയ അപകടം. പരലോകത്തുള്ള വിചാരണ വേറെ. ഭൂമിയിൽ ഈ ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഭൂമിയിൽ പല സ്ഥലത്തും മുസ്ലിങ്ങളൊക്കെ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ അതിന് കുറെ ഭൗതിക കാരണങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭരണമാറ്റം, അക്രമികൾ, ഫാസിസം, അതൊക്കെ കാരണങ്ങളാണെങ്കിലും ആ സമൂഹങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ അവർ ഈ ദൗത്യം നിർവഹിക്കാത്തവരാണ്. പ്രത്യേകിച്ച് ഈ അല്ലാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകൾ പോലും ചെയ്യാതെയാണ് പല പ്രദേശങ്ങളിലും മുസ്ലിങ്ങൾ ജീവിച്ചു പോയത്. ആകെയുള്ള അവരുടെ ഒരു പേര് എന്ന് പറഞ്ഞാൽ അറബിയിൽ അവർക്ക് പേരുണ്ടെന്ന് മാത്രം. അറബി പേരാണ്. ആ നാട്ടിൽ ഉറുദുവിലോ ഹിന്ദിയിലോ ആണെങ്കിൽ അവരുടെ പേര് മാത്രം അറബിയിലായിരിക്കും. ഇവിടെ മലയാളത്തിലാണെങ്കിൽ നമ്മുടെ പേര് അറബിയിൽ. അതിനപ്പുറത്തേക്കുള്ള ക്വാളിറ്റി, അതിനപ്പുറത്തേക്കുള്ള മഹാത്മ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ച് ആലോചിക്കേണ്ടതാണ്. നമുക്ക് ആ പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടോ? ആ ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നുണ്ടോ? നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? പരലോകത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാലോ, ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ഒരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ ആ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കമ്പനിയുടെ മഹാത്മ്യത്തെ കുറിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. ചില സ്ഥലത്തൊക്കെ ചെന്നാൽ നമ്മളൊരു സാധനം വാങ്ങണ്ടെന്ന് വിചാരിച്ചാലും അവിടുത്തെ സെയിൽസ്മാൻ പറഞ്ഞത് കേട്ട് നമ്മൾ വാങ്ങിപ്പോവും, അറിയാതെ വാങ്ങിപ്പോവും. കാരണം അയാൾ അത്രയും അതിന്റെ മഹത്വം പറയും. നമ്മൾ ഓരോരുത്തരും പല സാധനങ്ങളും വിൽക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ വളരെ നല്ല സാധനം, സൂപ്പറായിട്ടുള്ള സാധനമാണ്, ഇതിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് ഇപ്പം വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ വലിയ നഷ്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെങ്കിലും ആ സാധനം വാങ്ങിക്കും. എന്റെ സഹോദരന്മാരെ, ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും നിരന്തരമായിട്ടുള്ള വരാനിരിക്കുന്ന ഏറ്റവും അനന്തമായ ജീവിതത്തിൽ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യം, ആ കാര്യത്തിനേക്കാൾ മഹത്തരമായിട്ടുള്ള എന്താണ്? അതാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്താരോ, അലി, താങ്കൾ മുഖേന ഒരാൾ നേർവഴിയിൽ പ്രവേശിച്ചാൽ, അതാ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു, അലിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്താണ്, അലി, താങ്കൾ മുഖേനയാണ് ഒരാൾ നേർവഴി പ്രാപിക്കുന്നതെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് അല്ലെ. നമ്മളൊരാളോട് പറഞ്ഞു കൊടുത്തിട്ടാണ് അയാൾ നിസ്കരിച്ചതെങ്കിൽ അയാൾ നിസ്കരിക്കാൻ തുടങ്ങി, നമ്മൾ മരിച്ചുപോയി, അയാൾ മരണം വരെ എത്ര റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ അതിനൊക്കെ കൂലി അയാൾക്ക് നിസ്കാരം പഠിപ്പിച്ചെടുത്തവർ കിട്ടും. അപ്പൊ നമ്മൾ ഖബറിൽ പോയാലും നമുക്ക് നന്മ കിട്ടുന്ന കാര്യം എന്താ? നമ്മൾ നിസ്കരിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഖുർആൻ ഓതുന്നത് മാത്രമല്ല, ഒരാൾ നരകത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ, എനിക്കും നിങ്ങൾക്കുമുള്ള ഉദാഹരണം എന്താണെന്ന് അറിയോ? ഒരു മനുഷ്യനെ ഒരു തീ കത്തിച്ചുണ്ടാക്കി, ആ തീന്റെ പുകയും വെളിച്ചവും വരുമ്പോൾ ആ വെളിച്ചത്തിലേക്ക് പ്രാണികളൊക്കെ വന്ന് വീഴാൻ തുടങ്ങി, ചെറിയ ചെറിയ പാറ്റകളും പ്രാണികളൊക്കെ.
ആ മനുഷ്യൻ ആ പ്രാണികളോടുള്ള കാരുണ്യം കൊണ്ട് അതിനൊക്കെ അങ്ങനെ തട്ടി മാറ്റുകയാണ്. പക്ഷെ ആ പ്രാണികൾ വീണ്ടും വീണ്ടും അയാളുടെ കയ്യിൽ നിന്ന് വഴിയ ആ തീയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്കും നിങ്ങൾക്കുള്ള ഉദാഹരണം പറയാം അല്ലെ. ഈ നരകത്തിയിലേക്ക് പലരും ഇങ്ങനെ അറിഞ്ഞും അറിയാതെ വീണുകൊണ്ടിരിക്കുക. നബി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു ഊരയുടെ ഭാഗം പിടിച്ച് ഞാൻ ബാക്കോട്ട് വലിക്കുകയാണ്. നരകത്തിൽ വീഴല്ലേ വീഴല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളോ നിങ്ങൾ എന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങൾ ആ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാർ, നമുക്കൊക്കെ ഉള്ള ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, അവരൊക്കെ നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള, നരകത്തിൽ ചെന്ന് വീഴാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത്, അവർക്ക് നരകത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ അവർക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളത് ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മൾ ഓരോരുത്തർക്കും ബാധ്യതയാണ്. അത് എത്രമാത്രം നമ്മളെ കൊണ്ടത് ചെയ്യാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യാം. അതിനുള്ള ശ്രമങ്ങൾ നടത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ദീനിന്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാനുള്ളതാണ്. നമ്മൾ ആളുകളോട് പറയാൻ തുടങ്ങുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മളത് പഠിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ദീനിയായ അറിവ് വളർത്തിയെടുക്കാൻ നമ്മൾ എന്ത് വേണം? മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. നമുക്കറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞത്, മകനെ നീ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത്, നീ ജനങ്ങളോട് നല്ലത് കൽപ്പിക്കണം, അവരോട് തിന്മ വിരോധിക്കണം. ഈ കൽപ്പന ചെറിയ കുട്ടിക്ക് പോലും ലുഖ്മാൻ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങളും ഈ ദീനിന്റെ പാഠങ്ങളും മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ജബ്ബാർ ഗാഫിരി ദംബി വഖാബിൽ തൗബ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തർക്കും നാം മനസ്സിലാക്കിയിട്ടുള്ള സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുവാനും തൗഫീഖ് നൽകുവാനും. ഇൻഷാ അല്ലാഹ് വരുന്ന 2 ദിവസങ്ങളിൽ ഇവിടെ ഈ കേരളത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി തുടർച്ചയായി അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ക്യാമ്പ് ചെയ്യുകയും, നമ്മുടെ പള്ളിയിൽ ക്യാമ്പ് ചെയ്യുകയും ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ വരികയും ചെയ്യുന്നുണ്ട്. നാളെയും മറ്റന്നാളൊക്കെ ഒഴിവുള്ള ആളുകൾ, ഒഴിവുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിവുണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഒഴിവുണ്ടാക്കി വരികയും അവരോടൊപ്പം ചേരുകയും ചെയ്താൽ അത് വളരെ ഒരു നന്മയുള്ള കാര്യമാകും എന്നുള്ളതും കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. വരുന്ന ആളുകളൊക്കെ തന്നെ ഒരുപാട് കച്ചവടക്കാരായ ആളുകളും തിരക്കുള്ള ആളുകളൊക്കെ. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിന്റെ മഹത്വം മനസ്സിലാക്കുകയും അത് ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഗുണകരമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മാസവും വ്യത്യസ്ത പ്രദേശങ്ങളിൽ ചെന്ന് അവിടെയുള്ള പള്ളികളിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ താമസിച്ച് ഏകദേശം ഞായറാഴ്ച ഉച്ച വരെ ഇതിനുവേണ്ടി സമയം കണ്ടെത്തുന്നത്. അതിലൂടെ ഒരുപാട് പ്രദേശങ്ങൾ, അതിന്റെ അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഗുണം മനസ്സിലാവുള്ളൂ. ഇതുവരെ ഇസ്ലാം എന്താണെന്ന് അറിയാത്ത ആളുകൾ, പേര് അറബി പേരായിരിക്കും, മുസ്ലിമായ ബാപ്പന്റെ ഉമ്മയുടെ മകനായിരിക്കും, പക്ഷെ ഒരു പ്രാവശ്യം പോലും ഖുർആന്റെ ഒരു ആയത്തിന്റെ പോലും അർത്ഥമറിയാത്ത ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. എല്ലാ കണ്ടാൽ ഒരു മുസ്ലിമിനുണ്ടാകുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും. സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ അറിയാത്ത ആളുകളുണ്ട്. അവർക്ക് ആരാണ് സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുക, അവർക്ക് ആരാണ് വഴി കാണിക്കുക എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കാൻ മെനക്കെട്ടാൽ അതിനുള്ള ഉത്തരമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മാറും. നമ്മുടെ ലോകത്തിൽ നമുക്ക് ഒരുപാട് അക്രമങ്ങളൊക്കെ പെരുകി വരുമ്പോൾ നമ്മളതിന് ഒരുപാട് പരിഹാരങ്ങൾ കാണും. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഫാസിസത്തിന്റെ അക്രമം കൂടി വരുമ്പോൾ പറയും ജനാധിപത്യമാണ് പരിഹാരം, അല്ലെങ്കിൽ മതേതരത്വമാണ് പരിഹാരം എന്ന് പറയും. ഇതൊന്നല്ല അള്ളാഹു പരിഹാരമായി പറഞ്ഞത്.
ജനാധിപത്യം മതേതരത്വത്തിലുള്ള എത്രയോ നാടുകളിലെ എത്രയോ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പരലോക ബോധമാണ് പരിഹാരം. ഒരു വ്യക്തിയുടെ മാനസികമായ മാറ്റമാണ് പരിഹാരം. ആ മാറ്റത്തിനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വേദം കൊണ്ടല്ലാതെ എന്തില്ല, മനുഷ്യന്റെ മനസ്സ് മാറൂല. തിന്മകൾ ചെയ്യുന്ന ആളുകൾ തിന്മയിൽ നിന്ന് അവർ പിന്തിരിയണമെങ്കിൽ അവർക്ക് ഈ ലോകത്തെ ശിക്ഷകൾ കാണിച്ച് പേടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇന്നൊക്കെ ഇന്ത്യയുടെ ഭരണാധികാരികളായ ആളുകള് ജഡ്ജിയെ പോലും കൊന്നിട്ട് വന്ന ആളുകളാണ്. ഓരോ അക്രമല്ല, ആരാണോ വിധി പ്രസ്താവിക്കേണ്ടത് അയാളെ കൊന്നിട്ട് വന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ നീതി കൊടുക്കാൻ ആളുകളില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അതല്ല പരിഹാരം. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും നീതി ലഭിക്കുന്ന ഒരു ലോകമുണ്ട്, അല്ലെ? ഒരു അണുവളവാണ് ഒരു മനുഷ്യന്റെ ഹൈറ് ചെയ്തെങ്കിൽ അതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ദിവസം. അണുവളവാണ് തിന്മ ചെയ്തെങ്കിൽ കാണാൻ മാത്രമില്ലാത്തെങ്കിൽ പോലും അതിന് പോലും കൃത്യമായ ശിക്ഷ നൽകുന്ന ഒരു ദിവസം വരാനില്ല. ആ ബോധം മനുഷ്യനുണ്ടായെങ്കിൽ മാത്രമേ അയാൾ തിന്മകളിൽ നിന്ന് പിന്തിരിയുള്ളൂ. അങ്ങനെ പിന്തിരിപ്പിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല മാർഗം അയാൾക്ക് സത്യസന്ദേശം നൽകുക എന്നുള്ളതാണ്. അയാളുടെ മാറ്റത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം ചരിത്രം പഠിച്ചു വയ്ക്കാനാ പറ്റും. താർത്താരികൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ അക്രമാരികൾ, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ താർത്താരികൾ പിന്നീട് ലോകത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. കാരണം കൊണ്ടാ അവർക്ക് ഹിദായത്ത് കിട്ടിയപ്പോ, അവർക്ക് നേർവഴി വന്നപ്പോ അവരായിരുന്നില്ല ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ. അപ്പൊ അതിനേക്കാൾ വലിയ അക്രമികളൊന്നും ചരിത്രം ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുവാനുള്ള മാനസികമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.